രാമനായിട്ടാണ് അംഗീകരിച്ചത്. ഈ രാജാവിന് അങ്ങയെപ്പോലെയുള്ള ഒരു പുത്രൻ വേണം. കിഞ്ചായം രാജർഷിരപത്യകാമ പ്രജാം ഭവാദൃശീമാശാസാനഃ. ഭവാദൃശീം പ്രജാം, അങ്ങയെപ്പോലുള്ള ഒരു കുട്ടിയെ വേണം ഈ രാജാവിന് എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോ ഭഗവാൻ അംഗീകരിക്കണം. ഭഗവാൻ പറഞ്ഞു, അഹോ വദ അഹം ഋഷയഃ ഭവദ്ഭിഃ അവിതഥഗീർഭിഃ വരം അസുലഭം. ഇത് അസുലഭമായ വരമാണ്. എന്നെപ്പോലെ ഒരാളെ അങ്ങ് എനിക്ക് തരാൻ പറ്റില്ല. കാരണം ആ കാര്യത്തിൽ ഞാൻ സ്വതന്ത്രല്ല. അഹം ഏകമേവാഹം, ഏകൈവാഹം. ഞാൻ ഒരാളേ ഉള്ളൂ. എനിക്ക് എന്നെപ്പോലെ വേറൊരാളെ സൃഷ്ടിക്കാൻ പറ്റില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ, രണ്ടില്ല, ഇല്ലേ? അതുകൊണ്ട് എന്നെപ്പോലുള്ള ഒരാളെ എനിക്ക് തരാനുള്ള സാമർഥ്യമോ അല്ലെങ്കിൽ അത് പറ്റില്ല. അപ്പൊ എന്ത് വേണം? അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ സ്തുതിക്കുകയും ഭജിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത ഈ രാജാവ്, പരമബ്രാഹ്മണനായ ഈ ബ്രാഹ്മണ ഭക്തനായ ഈ രാജാവിന് ആ രാജാവിൻ്റെ ആഗ്രഹം, അതുപോലെ തന്നെ ഈ മഹർഷിമാരായ നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഇല്ല എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇദ്ദേഹത്തിന്റെ മകനായി വന്നോളാം എന്ന് പറയുകയും, വിഷ്ണുദത്ത ഭഗവാൻ പരമർഷിഭിഃ പ്രസാദിതോ നാഭേ പ്രിയചികീർഷയാ തദവരോധായ നേമേരുദേവ്യാൻ ധർമാൻ ദർശയിതു കാമഃ വാതരശനാനാം. അങ്ങനെ ഭഗവാൻ പറഞ്ഞ് അനുഗ്രഹിച്ച് അവിടുന്ന് അന്തർധാനം ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം വാതരശനാനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വമന്ഥിനാം ധർമാൻ ദർശയിതു കാമഃ. വാതരശനാനാം എന്ന് പറഞ്ഞാല് അവധൂത ധർമ്മം. വാതരശനം കാറ്റ് തന്നെയാണ് വസ്ത്രം, ദിഗംബര ധർമ്മം അല്ലേ? അല്ലെങ്കിൽ ശ്രമണാനാം ദിഗംബരന്മാരുടെ ധർമ്മത്തെയും, ഋഷീണാം ഊർധ്വമന്ഥിനാം ബ്രഹ്മചാരികളുടെ ധർമ്മത്തെയും ഒക്കെ ദർശയിതു കാമഃ കാണിച്ചു കൊടുക്കാനായിട്ട് ശുക്ലയാ തനുവാപതദാര. അങ്ങനെ ഗംഭീരനായിട്ട് സുന്ദരനായിട്ട് പവിത്രാത്മാവായിട്ട് ജനിച്ചു എന്നാണ് പറഞ്ഞത്. ആര്? ഋഷഭ ദേവൻ. അങ്ങനെ ഭഗവാന്റെ ആ ഋഷഭാവതാരം.